ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ KMC ക്ലിനിക് ആരംഭിച്ചു. തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചത് ചന്ദ്രാപ്പന്നി സ്വദേശി ശോഭനയ്ക്ക് കടന്നൽ കുത്തേറ്റത് ബുധനാഴ്ച തൊഴിലുറപ്പ് ജോലിക്ക്. വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് ആരോപിച്ച് മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിൽ UDF നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ധർണ DCC സെക്രട്ടറി DCA നൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സംവാദ ശ്രദ്ധേയം. പരിപാടി കോടതി നടപടിക്രമങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജി V വിനിത ഉദ്ഘാടനം ചെയ്തു. യന്ത്രത്തകരാർ മൂലം കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ കുടുങ്ങിയത് ഇന്ന് പുലർച്ചെ. പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാത്തത് പ്രതിഷേധിച്ച് ആലപ്പുഴ ചെങ്ങന്നൂരിൽ പ്രതിഷേധ ധർണ. വെൺമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാത്തത് പ്രതിഷേധിച്ചായിരുന്നു ധർണ. തിരുവനന്തപുരം റൂറൽ പോലീസ് ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന വോളിബോൾ മത്സരത്തിൽ നെടുമങ്ങാട് സബ് ഡിവിഷൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ടീമിനെ പരാജയപ്പെടുത്തിയത് 1-2 സെറ്റുകൾക്ക്. തൃശൂർ മണലൂർ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈടെക് IT ലാബ് ആരംഭിച്ചു. മണലൂർ MLA മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. 5 ലാപ്ടോപ്പുകൾ സ്കൂളിന് കൈമാറി. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചെങ്ങന്നൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് BJPയും യൂത്ത് കോൺഗ്രസും. BJPയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് വിഭജനം ഉദ്യോഗസ്ഥരും CPIയും നടത്തിയ ഗൂഢാലോചനയെന്ന് പരാതി. വാർഡ് വിഭജനം റദ്ദു ചെയ്യണമെന്ന ആവശ്യവുമായി BJP മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി.